ഹലോ മൈ ഡിയേഴ്സ്, കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലുള്ള DM-നെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, എങ്ങനെയാണ് അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക. എത്രയായാലും കുറച്ച് കഴിയുമ്പം അവർ പലതും പറഞ്ഞു വരുമ്പോൾ അതിൽ വീണു പോകുന്നു, ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വരികയും പോവുകയും ചെയ്യുന്ന ഒരു DM-നെ ബൗണ്ടറികൾ നിശ്ചയിക്കുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടുന്നതിനും എനർജീനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനൊക്കെ അത്യാവശ്യമാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനും കഴിയുന്ന ഒരു സേഫ് സോണായിട്ട് നമ്മൾ മാറരുത് എന്നുള്ളതാണ് ഇതിൽ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറികൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അവർ പെട്ടെന്ന് മെസ്സേജ് അയക്കുമ്പോഴോ വിളിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് സഡൻലി റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അബാൻഡൻമെൻറ്റ് ഇഷ്യൂ ഉണ്ട്. അതായത് DM-നെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ഈ ബന്ധത്തിൽ നിന്ന് DM പോകുമോ, വിട്ടേച്ച് പോകുമോ എന്നുള്ള ഒരു അബാൻഡൻമെൻറ്റ് ഇഷ്യൂ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നത്. മറ്റൊന്ന്, നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് പെട്ടെന്ന് തന്നെ കിട്ടണം, അതിനുവേണ്ടി എന്തും സഫർ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി ആണെങ്കിലൊക്കെ നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് വൂണ്ടുകളും തിരിച്ചറിഞ്ഞ് അതിനെ ഹീൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജിന് റിപ്ലൈ ചെയ്യാനൊന്നും തോന്നില്ല. ഓക്കെ. രണ്ടാമതായിട്ട് ഇതിൽ പറയാനുള്ളത്, നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ പ്രയോറിറ്റീസിനൊക്കെ പ്രാധാന്യം നൽകുക. നമ്മളെപ്പോഴും അവർക്കായിട്ട് അവൈലബിൾ ആണ് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ വേണ്ടിയില്ല. അത് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഒരു സാധനത്തിൻ്റെ അവൈലബിലിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും, അതവിടെ ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും പോയി വാങ്ങാൻ ഇഷ്ടംപോലെ സാധനമുണ്ട്. എന്നാൽ സ്റ്റോക്ക് തീരുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് വാങ്ങും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏറെക്കുറെ ബന്ധങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരാൾ എപ്പോഴും നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും പലർക്കും വരിക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം നിങ്ങൾ പലതും ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളതായ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ലൈഫ് എപ്പോഴും ഈ ഒരു ടിൻ ഫ്ലെയിം ജേണി എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ DM-ൻ്റെ സ്നേഹം എന്നുള്ള പേരിൽ സ്റ്റിക്ക് ഓൺ ആയിട്ട് നിൽക്കരുത്. നമ്മൾ വേറെ പല ജീവിതത്തിന് പല മാനങ്ങളും കണ്ടുപിടിക്കുക, ജീവിതത്തിൽ വേറെയും ധാരാളം കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ എൻഗേജ്ഡ് ആകുമ്പോൾ പല സമയത്തും നമ്മൾ ഫോൺ നോക്കുക പോലും ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ പ്രതീക്ഷകളും നിലപാടും ഉണ്ടെങ്കിൽ അത് ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് ഇങ്ങനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരിക്കൽ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതും എപ്പോഴും ഇങ്ങനെ 100 പ്രാവശ്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതായത് അവർക്കറിയാം നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അവരല്ലേ. അപ്പോൾ 1 2 പ്രാവശ്യം ക്ലിയർ ആയിട്ട് അവരോട് സംസാരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം, എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് മെനക്കെട്ട് നിങ്ങൾ പറയേണ്ട ഒരാവശ്യമില്ല. അതിങ്ങനെ ഒരു പ്രാവശ്യം അല്ലെ 2 പ്രാവശ്യം പറഞ്ഞിട്ട് മാറാത്ത ഒരു വ്യക്തിനെ നിങ്ങൾ പിന്നീട് പോയിട്ട് ചേഞ്ച് ആക്കേണ്ട ഒരാവശ്യമില്ല. കാരണം നിങ്ങൾ ആവശ്യമുണ്ട്, മാറണം എന്ന് തോന്നുകയാണെങ്കിൽ അവരാ 1 2 പ്രാവശ്യത്തോട് തന്നെ മാറും എന്നുള്ളതാണ്. ഇനി ശരിക്കും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് പറഞ്ഞു വരും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ അവർ വീണ്ടും വന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇമോഷണലായിട്ട് ഇടപെടാതെ, അവിടെ നമ്മുടെ ഇമോഷണൽ മൈൻഡ് വർക്കൗട്ട് ചെയ്യാതെ ശാന്തമായിട്ടും നല്ല കോൺഫിഡൻ്റ് ആയിട്ടും സംസാരിക്കുക. അതായത് ഇങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഇമോഷണലി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇതിലൊരർത്ഥമില്ല. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എത്രയായാലും അവിടെ ഒരു സ്ഥിരത ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് പറയുക. വളരെ ഗൗരവമുള്ളതും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് മാത്രമേ എനിക്ക് എൻ്റെ സമയം നൽകാൻ സാധിക്കുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറയുക. അതിനർത്ഥം 24 hours മറ്റൊരു വ്യക്തി നമുക്ക് അവൈലബിൾ ആകണം എന്നുള്ളതല്ല കേട്ടോ.
ഓക്കെ, രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങളുണ്ട്. എന്നാൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാത്ത ഒരാളുമായിട്ട് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ടൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്യുക. ഇത്രയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് അവർ പെട്ടെന്ന് തിരികെ വരുമ്പോൾ ഇതൊക്കെ മറന്നുകൊണ്ട് പഴയതുപോലെ ഒരു ഇമോഷണൽ സപ്പോർട്ടും സ്വയം നൽകി ഉടനടി നിങ്ങൾ പഴയ പോലെ ആവരുത്. അപ്പോൾ മനസ്സിലാകും എത്ര ഗ്യാപ്പ് ഇട്ടാലും ഒരു പ്രശ്നവുമില്ല, ഇത് ഒന്ന് തോണ്ടുമ്പോഴത്തേക്കും ഇവിടെ കിട്ടി, ഇങ്ങോട്ട് പോരും എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ എനർജിയിലും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുക. അപ്പോഴാണ് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവരുടെ പെരുമാറ്റത്തിൽ, അതായത് അവരെപ്പോൾ വരും എപ്പോൾ പോകും എന്നുള്ളത് വയ്ക്കുമ്പോൾ വളരെയധികം അസ്വസ്ഥമാകും. വേറെ ചെയ്യാനുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് ഫോക്കസ് കിട്ടില്ല. അതിന് പകരം സ്വന്തം ഗ്രോത്തിലും ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുക്കുക. വേണമെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇന്ന് എത്ര കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപൂർണമായിട്ടുള്ള ശ്രദ്ധയും പരിഗണനയൊക്കെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കില്ല. നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട്, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വാല്യൂ ചെയ്യാത്ത ഒരാളെ നമ്മൾ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കാനുള്ളൊരു കാര്യം, ബൗണ്ടറി എന്നാൽ മറ്റൊരാളെ തിരുത്താനോ ശിക്ഷിക്കാനോ മറ്റൊരു വ്യക്തിനെ മാറ്റാനോ ഒന്നുള്ളതല്ല. നമ്മുടെ എനർജീനെ, നമ്മുടെ ഹീൽ ചെയ്ത ഊർജ്ജത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് മാത്രമാണ്. നമ്മുടെ ഒരു സ്വന്തം സ്വസ്ഥതയും ഒരു സെൽഫ് റെസ്പെക്റ്റൊക്കെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ നിശ്ചയിക്കുന്ന അതിർവരമ്പാണ് ബൗണ്ടറി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നതാണ്. അപ്പോൾ DM ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കുമ്പം പിന്നെ അവർ വരുമ്പോഴൊക്കെയും ചാടി കയറി മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക, പെട്ടെന്ന് പഴയ പോലെ ആവുക, ഇങ്ങനെയായിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഞാനിങ്ങനെയാണ് ചിന്തിച്ചത്, എൻ്റെ ലെവലിലേക്ക് അവരെത്തട്ടെ. അതായത് എൻ്റെ എനർജറ്റിക് ലെവൽ എനിക്കറിയാം, ഞാൻ എത്രത്തോളം ഹീലായി, അല്ലെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് നിരന്തരം പരിശ്രമിക്കുന്നുണ്ട്, ഒരു ലെവലിൽ അറ്റൈൻ ചെയ്യാനായിട്ട് ഞാൻ എത്രത്തോളം മുന്നോട്ടാഞ്ഞ് തുഴയുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതേ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് മാച്ച് അല്ലാത്ത ഒരാളുമായിട്ട് നമ്മൾ ഒരുപാട് സമയം സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യുമ്പോൾ, അതായത് DM അപ്പോഴും പഴയ ഒരു റൊമാൻറ്റിക് കണക്ഷനിൽ തന്നെയായിരിക്കും അല്ലേ, തേർഡ് വേൾഡിലുള്ള കണക്ഷനായിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ എനിക്ക് ക്രമേണ താല്പര്യം കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഞാൻ ഹീലാവുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള 3D മെട്രിക്സിലുള്ള പല കാര്യങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് അന്നന്ന്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു 3D കണക്ഷനുമായിട്ട് DM മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തിരിച്ച് പഴയ പോലെ കണക്ട് ചെയ്യാനുള്ള താല്പര്യം തന്നെ കുറഞ്ഞു. അതിപ്പോൾ ഇനി ഓൺ ആൻഡ് ഓഫ് അല്ല, ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും അപ്പോഴും അവിടെ എന്താണ് 3D ആണ്, DM 3Dയിലാണ്. അപ്പോൾ 3Dയിലുള്ള ഒരാളെ നമുക്ക് നമ്മുടെ വിലപ്പെട്ട സമയവും അതും ഇതൊക്കെ കൊണ്ട് നടക്കാൻ അപ്പോഴും നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെവലിൽ അവർ ഉയർന്നുകൊണ്ട് എന്തെങ്കിലും നമ്മളെ മീറ്റ് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ സ്വീകരിക്കാം. അതില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നമുക്ക് നമ്മുടേതായ തുരുത്തുകളുണ്ട്, ജീവിതത്തിൽ നമ്മുടേതായ മാനങ്ങളുണ്ട്, ഹാപ്പിനെസ് കിട്ടുന്ന സാഹചര്യങ്ങൾ മറ്റു പലതുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും, വെയിറ്റിംഗ് എനർജി ഇല്ലാതാക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ എനർജിക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിൽ അവർ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, അത് എത്ര കാലമായാലും കുഴപ്പമില്ല. അപ്പോൾ ഇൻ പർട്ടിക്കുലർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയല്ല ചെയ്യുന്നത്, വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ജേണിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നില്ല. അതായത് ഇനി ഒരു 10 ഫ്ലെയിം കണക്ഷനെ ഞാൻ മറന്നു, ഇനി ഒരു DMA എൻ്റെ ലൈഫിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് റൺ ചെയ്ത് പോകുമ്പം നമ്മുടെ ഒരു മസ്കുലർ എനർജി അവിടെ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിയർ ഉള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അതല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. ഈ ഒരു അവസ്ഥയിലുള്ള മാസ്കുലിനെ എനിക്ക് ആവശ്യമില്ല. ഡിവൈൻ മാസ്കുലിനായിട്ട് വരികയാണെങ്കിൽ, അതായത് നിങ്ങൾ എപ്പോഴാണ് ഡിവിനിറ്റിയിലേക്ക് പതുക്കെ എത്തിച്ചേരുന്നത് നിങ്ങൾക്കറിയാം അല്ലേ, അതുപോലെ എത്താൻ തയ്യാറാണെങ്കിൽ, അതല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലിനായിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഒരു അവസരത്തെ, അതെപ്പോഴാണോ അപ്പോൾ നമ്മൾ ഈ ഒരു DMനെ നമ്മൾ സ്വീകരിക്കും
എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ മെട്രിക്സിൽ മാരേജ് കൂടെ നിൽക്കുക ആ രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പരസ്പരം ചെയ്യാനുള്ള സോൾ പർപ്പസിൽ ഹൈലി ഇവോൾവായിട്ട് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സോൾ പർപ്പസിൽ അവർ സപ്പോർട്ടീവായിട്ട് നിൽക്കുക. അവർ സ്പിരിച്വലി അവരുടെ ഹീലിങ്, അതായത് വൂണ്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ കടന്നു വന്ന വഴികളിലൂടെ തന്നെ ആവണമെന്നില്ല, മറ്റേതെങ്കിലും രീതിയിലൊക്കെ അവർ ഹീൽ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രീക്വൻസി ലോയിലേക്ക് ആവുകയില്ല എന്ന് ഉറപ്പുള്ള സാഹചര്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് DMനെ സ്വീകരിക്കാവുന്നതാണ്. അതുവരെ അവർ പലതും പറയും. അസുഖമായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് മിണ്ടാത്തത്, ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു, വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളായിരുന്നു, അങ്ങനെ പല ഉടായ്പകളും പറഞ്ഞ് ഇവർ നിങ്ങളെ എനർജീനെ തിരിച്ചു പിടിക്കാൻ നോക്കും. അപ്പോൾ അതിലൊന്നും വീഴാതെ നിൽക്കുക. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, ആ സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾക്ക് ശരിക്കും തരേണ്ടത് എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇത് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അഡ്വൈസ് ചെയ്യാനോ ഒന്നും പോകണ്ട. മിണ്ടാതെ നിൽക്കുക. കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെയൊന്നും റെസ്പോണ്ട് ചെയ്യാതെ മിണ്ടാണ്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.